DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വൈദ്യുതി ബില്ലടക്കുന്നവരെല്ലാം ഏപ്രിൽ മുതൽ അറിയേണ്ട പ്രധാന ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഏപ്രിൽ മുതൽ വൈദ്യുതി ചാർജ് വർദ്ധിക്കുകയാണ്. കൂടാതെ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് 3 സമയക്രമങ്ങളിൽ വ്യത്യസ്ത നിരക്ക് ഈടാക്കുന്ന ടൈം ഓഫ് ഡേ ബില്ലിംഗ് സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നതിനാൽ വീടുകളിലെ വൈദ്യുതി ഉപയോഗം അതനുസരിച്ച് ക്രമീകരിച്ചില്ലെങ്കിൽ വലിയ തോതിലുള്ള ബില്ലുകളായിരിക്കും നിങ്ങൾ അടയ്ക്കേണ്ടി വരിക. അതുപോലെ വീട്ടിൽ ഇലക്ട്രിക് സ്കൂട്ടറോ കാറുകളോ ഒക്കെയുള്ളവർക്ക് KSEBയിൽ നിന്നും പണം ലഭിക്കുന്ന സ്കീമും ആരംഭിക്കുകയാണ്. ഇങ്ങനെയുള്ള പുതിയ മാറ്റങ്ങളുടെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ഏപ്രിൽ 1 മുതൽ സംസ്ഥാനത്ത് വൈദ്യുതി ചാർജ് കൂടും. നിലവിലുള്ള നിരക്കിനേക്കാൾ യൂണിറ്റിന് ശരാശരി 12 പൈസ വെച്ചാണ് വർധനയുണ്ടാവുക. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഡിസംബറിൽ പ്രഖ്യാപിച്ച നിരക്ക് വർധനയാണ് പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ 1 മുതൽ നിലവിൽ വരുന്നത്. ഗാർഹിക ഉപയോക്താക്കൾക്ക് യൂണിറ്റിന് ശരാശരി 12 പൈസ വെച്ചുള്ള വർധനയ്ക്ക് പുറമെ ഫിക്സഡ് ചാർജ് 5 മുതൽ 30 രൂപ വരെ വിവിധ സ്ലാബ് അടിസ്ഥാനത്തിൽ കൂടും. ഇതിനു പുറമെ ഏപ്രിൽ മാസം യൂണിറ്റിന് 7 പൈസ വെച്ച് ഇന്ധന സർചാർജും ഈടാക്കും. അടുത്ത അറിയിപ്പ്: സംസ്ഥാനത്ത് ഇപ്പോൾ വൈദ്യുതി ബില്ലിങ്ങിന് വലിയ മാറ്റം സംഭവിക്കുകയാണ്. ഇത് കൃത്യമായി അറിയാത്തവർക്ക് വലിയ തുക ഓരോ തവണ ബില്ലടക്കേണ്ടി വരും. എന്നാൽ കൃത്യമായി മനസ്സിലാക്കി ചെയ്യുന്നവർക്ക് വൈദ്യുതി ബിൽ തുക വലിയ തോതിൽ കുറയ്ക്കുവാനും കഴിയും. 2024 ഡിസംബർ 5-ാം തീയതി ഇറങ്ങിയ ഓർഡർ അനുസരിച്ച് ഒരു മാസം 250 യൂണിറ്റിലധികം ഉപയോഗിക്കുന്ന എല്ലാ ഗാർഹിക ഉപയോക്താക്കൾക്കും ടൈം ഓഫ് ദി ഡേ മീറ്ററിംഗ് അഥവാ TOD മീറ്റർ വയ്ക്കണമെന്ന് സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശിച്ചതിനനുസരിച്ച് മിക്ക വീടുകളിലും TOD മീറ്റർ സ്ഥാപിച്ചു കഴിഞ്ഞു. ഈ മീറ്ററിൽ ഒരു ദിവസത്തെ വൈദ്യുതി ഉപയോഗം 3 സോണായി തിരിച്ച് വ്യത്യസ്തമായ താരിഫ് തുകയാണ് വൈദ്യുതിക്ക് കണക്കാക്കുക. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള ഓഫ് പീക്ക് അവേഴ്സ് ആയിട്ടുള്ള സമയമാണ് സോൺ 1-ൽ വരുന്നത്. ഈ സമയത്തെ വൈദ്യുതി ഉപയോഗത്തിന് സാധാരണ നിരക്കിനേക്കാൾ 10% കുറച്ചാണ് ചാർജ് ഈടാക്കുന്നത്. ഇതിന്റെ കാരണം രാജ്യത്തിപ്പോൾ ധാരാളം സോളാർ വൈദ്യുതി പകൽ സമയം ഉൽപ്പാദിപ്പിക്കുന്നു. അതുപോലെ വൈദ്യുതിയുടെ ഉപയോഗം രാത്രിയേക്കാൾ കുറവുമായതിനാൽ ലഭ്യത കൂടുതലും KSEBക്ക് ലഭിക്കുന്ന വില കുറവുമാണ്. അതിനാൽ സാധാരണ താരിഫിനേക്കാൾ 10% കുറവായിരിക്കും TOD മീറ്റർ അനുസരിച്ച് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ കണക്കാക്കുക. സോൺ 2-ൽ ആരംഭിക്കുന്നത് പീക്ക് അവേഴ്സായ വൈകിട്ട് 6 മണി മുതൽ വൈകിട്ട് 10 മണി വരെയുള്ള സമയമാണ്. ഈ സമയത്ത് ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് സാധാരണ താരിഫിനേക്കാളും 25% നിരക്ക് കൂടുതലാണ്. ഇനി രാത്രി 10 മുതൽ രാവിലെ 6 മണി വരെയുള്ളതാണ് നൈറ്റ് അവേഴ്സ് എന്നറിയപ്പെടുന്ന സോൺ 3. ഈ സമയത്തെ ഉപയോഗത്തിന് സ്റ്റാൻഡേർഡ് നിരക്കാണ്. വൈദ്യുതി താരിഫിൽ നിന്ന് കുറവോ കൂടുതലോ ഒന്നും ഈ സമയത്തെ ഉപയോഗത്തിന് ഉണ്ടാകുന്നതല്ല. ഒരാൾ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയുള്ള സമയത്ത് ഉപയോഗിക്കുന്നതിന് പകരം അയൺ ബോക്സ് അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ പോലുള്ളവ വൈകിട്ട് 6-നും 10-നും ഇടയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 35% അധിക തുകയായിരിക്കും ബില്ലിൽ വരിക. അതിനാൽ വൈകിട്ട് 6-നും 10-നും ഇടയ്ക്കുള്ള വൈദ്യുതി ഉപയോഗം പരമാവധി ശ്രദ്ധിക്കുക. ഇനി TOD മീറ്റർ ഇല്ലാത്ത 250 യൂണിറ്റിൽ താഴെ വൈദ്യുതി ഉപയോഗിക്കുന്നവരും KSEB ബില്ലിങ്ങിന്റെ പ്രത്യേകതകൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. മാസത്തിലെ ഉപയോഗം 50 യൂണിറ്റിൽ താഴെയാണെങ്കിൽ താരിഫ് 3 രൂപ 30 പൈസയാണ്. എന്നാൽ 50 മുതൽ 100 യൂണിറ്റ് വരെയാണ് ഉപയോഗമെങ്കിൽ 51 മുതൽ 100 യൂണിറ്റ് വരെ 4 രൂപ 15 പൈസയും, 101 മുതൽ 150 രൂപയാണെങ്കിൽ 5 രൂപ 25 പൈസയും, 151 മുതൽ 200 രൂപ വരെയാണെങ്കിൽ 7 രൂപ 10 പൈസയും, 201 മുതൽ 250 വരെയാണെങ്കിൽ 8 രൂപ 35 പൈസയുമാണ് യൂണിറ്റ് ചാർജായി നൽകേണ്ടത്. അതിനാൽ നിങ്ങളുടെ ഉപയോഗമനുസരിച്ച് ബിൽ ചാർജ് കൂടി വരും. എന്നാൽ ഏറ്റവും വലിയ പ്രശ്നം, നിങ്ങളുടെ ഉപയോഗം 250 യൂണിറ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആദ്യത്തെ യൂണിറ്റ് മുതൽ ഫ്ലാറ്റ് റേറ്റിൽ താരിഫ് നൽകേണ്ടി വരും. 251 മുതൽ 300 വരെ 6 രൂപ 55 പൈസ ആദ്യ യൂണിറ്റിന് മുതൽ നൽകണം. 400 യൂണിറ്റ് ആണെങ്കിൽ ആദ്യത്തെ യൂണിറ്റ് മുതൽ 7 രൂപ 75 പൈസ, അതുപോലെ 500-ന് മുകളിലാണെങ്കിൽ ആദ്യ യൂണിറ്റ് മുതൽ 8 രൂപ 5 പൈസ വീതം നൽകേണ്ടി വരും. അതിനാൽ ഈ ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്ത് വൈദ്യുതി ഉപയോഗിക്കുമ്പോഴും വൈദ്യുതി ബില്ല് കണക്കാക്കുന്ന ഈ രീതികൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്: KSEB വഴി ഇലക്ട്രോണിക് വാഹന ഉടമകൾക്ക് വരുമാനം ലഭിക്കുന്ന പദ്ധതി നടപ്പാക്കുന്നതിനെ കുറിച്ചാണ്. പകൽ ഇലക്ട്രിക് കാറിൽ ചാർജ് ചെയ്ത വൈദ്യുതി രാത്രി വീട്ടിലേക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്ന തരത്തിലും അതിൽ കുറച്ച് KSEB ഗ്രിഡിലേക്ക് നൽകി വാഹന ഉടമകൾക്ക് പണം നേടാനും കഴിയുന്ന തരത്തിലുമാണ് പദ്ധതി വരുന്നത്. ഇതിനു സഹായിക്കുന്ന V2G എന്ന സാങ്കേതിക വിദ്യ KSEB ഉപയോഗിക്കുവാൻ തയ്യാറെടുക്കുകയാണ്. വാഹനത്തിൽ നിന്ന് രാത്രി വീട്ടിലേക്ക് എത്ര വൈദ്യുതി ഉപയോഗിക്കാമെന്ന് മൊബൈൽ ആപ്പിൽ ക്രമീകരിക്കാം. വാഹനത്തിലെ ബാറ്ററി ഇൻവെർട്ടറായി പ്രവർത്തിക്കും. ഇതിന് ചില സാങ്കേതിക ക്രമീകരണങ്ങളും വേണ്ടിവരും. വീട്ടുകാർക്ക് ലാഭമാണിത്. KSEB രാത്രി ലോഡ് കുറയ്ക്കുവാനും വില കൂടിയ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുന്നത് കുറയ്ക്കുവാനും കഴിയും. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.